യുദ്ധം ജയിക്കാൻ ഇറങ്ങുന്ന നായകന്മാരുടെ പോരാട്ടം. അതെ, ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഫൈനൽ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ക്വാളിഫയർ 1 പോരാട്ടത്തിൽ പഞ്ചാബ് ബാംഗ്ലൂരിനെതിരെ തോറ്റു കഴിഞ്ഞിട്ട് അവരുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങൾ യുദ്ധമൊന്നുമല്ലല്ലോ തോറ്റത്. യെസ്, ഇനിയാണ് ആ ഒരു യുദ്ധം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫൈനൽ പോരാട്ടത്തിൽ ആദ്യ കിരീടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇരു ടീമുകളും അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നത്. രണ്ട് ടീമുകളിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകടനവുമായി മുൻനിരയിൽ നിൽക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. പഞ്ചാബിനെ സംബന്ധിച്ച് അവരുടെ ഓപ്പണർമാരാണ് അവരുടെ കരുത്ത്. മധ്യനിരയും കരുത്തറിയിച്ചു കഴിഞ്ഞു. മുംബൈക്കെതിരായിട്ടുള്ള ക്വാളിഫയർ 2 പോരാട്ടത്തിൽ എത്ര പ്രഷറിലാണെങ്കിലും വിജയിക്കാൻ എനിക്ക് കഴിയും, ഞങ്ങൾക്ക് കഴിയുമെന്ന് ശ്രേയസ് അയ്യരും ടീമും ഇങ്ങനെ ഉറക്കെ പറയുന്ന ഒരു ടൈം കൂടിയാണ്. സോ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആരാകും ആ കിരീടത്തിലേക്ക് കടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിന്റെ ഈ തവണത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവരുടെ ബൗളർമാരാണ്. ഏസൽ ബുട്ടും ഭുവനേശ്വറും യശ് ദയാലും സുരേഷ് ശർമ്മയും ഉൾപ്പെടുന്ന ബൗളിംഗ് നിര മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണ്. കൃണാൽ പാണ്ഡ്യ പല മത്സരങ്ങളിലും ഒരു എക്സ് ഫാക്ടർ ആകുകയാണ്. വിരാട് കോഹ്ലി എല്ലാ മത്സരങ്ങളിലും അവരുടെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫിൽ സാൾട്ട് മത്സരത്തിന്റെ ഭാഗമായിരിക്കില്ല എന്ന് ചിലയിടങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ കണ്ടു. പക്ഷേ അല്ല, ഫിൽ സാൾട്ടും ടീമിന്റെ ഭാഗമായി തുടരുന്നുണ്ട്. സോ ഓപ്പണിംഗ് മുതൽ മധ്യനിര മുതൽ ആ ഒരു ബൗളിംഗ് നിര വരെ എല്ലാ ഇടങ്ങളിലും മികച്ച പ്രകടനം ആവർത്തിക്കുക എന്നുള്ള ലക്ഷ്യവുമായി ബാംഗ്ലൂർ മുന്നോട്ട് വരുന്നു. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫയർ 1 അവർക്കെതിരെ ഒരു വമ്പൻ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസം കെടുത്തി ഈ ഒരു മത്സരത്തിൽ ആത്മവിശ്വാസത്തോടെ കളിച്ച് മുംബൈക്കെതിരെയുള്ള വിജയത്തിന്റെ ആത്മവിശ്വാസത്തോട് കളിച്ച് ആ ഒരു ഫൈനൽ കിരീടത്തിൽ മുത്തമിടുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരിക്കും. ഏകദേശം 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പഞ്ചാബ് ഒരു ഫൈനലിലേക്കും ഒരു പ്ലേ ഓഫിലേക്ക് എത്തുന്നത്. RCBയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പ്ലേ ഓഫുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും 2016 ശേഷം ഒരു ഫൈനലിലേക്ക് എത്തുന്നില്ല എന്നുള്ള സങ്കടം തീർത്തു നിൽക്കുന്ന ഒരു ടൈമാണ്. 18 വർഷമായിട്ട് ഒരു ടീമിന്റെയും ആരാധകരുടെയും വിരാട് കോഹ്ലി എന്ന് പറയുന്ന താരത്തിന്റെയും കാത്തിരിപ്പ് കൂടിയായിരിക്കും ബാംഗ്ലൂർ ഇന്ന് ഫലമാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ പഞ്ചാബിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, കഴിഞ്ഞ സീസണിൽ കപ്പടിച്ച ടീമിന്റെ ക്യാപ്റ്റനാണ് ഇത്തവണ പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. തുടരെ രണ്ട് ടീമുകളെ ഫൈനലിലേക്ക് എത്തിക്കുക, കിരീടം കൂടി നേടിക്കഴിഞ്ഞാൽ അതൊരു വലിയ ലക്ഷ്യമാവും. ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയർ ട്രാക്ക് നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു കരിയർ ട്രാക്കാണ്. ഡൽഹിയെ ഫൈനലിലേക്ക് എത്തിക്കുന്നു, പഞ്ചാബിനെ ഫൈനലിലേക്ക് എത്തിക്കുന്നു, 10 വർഷം കഴിഞ്ഞ് കൊൽക്കത്തയെ ഫൈനലിൽ എത്തിച്ച് അവർക്ക് കിരീടം നൽകുന്നു. ഇതുപോലുള്ള നാഴികക്കല്ലുകൾ കീഴടക്കി ഈ ഒരു ക്യാപ്റ്റനും രജത് പടിദാറും ഏറ്റുമുട്ടുമ്പോൾ വേറൊരു രസകരമായിട്ടുള്ള ഒരു ഫാക്ടർ ഇവിടെ ഉണ്ട്. കാരണം രജത് പടിദാരും ശ്രേയസ് അയ്യരും ഇതിനു മുമ്പ് സായിദ് മുസ്തഫ അലി ട്രോഫി, ഈ 2024 സായിദ് മുസ്തഫ അലി ട്രോഫിയുടെ ഫൈനൽ പോരാട്ടത്തിലും ക്യാപ്റ്റന്മാരായിട്ട് ഏറ്റുമുട്ടിയതാണ്. അന്ന് സന്തോഷവും ആഘോഷവും ശ്രേയസ് അയ്യറിന്റെ പേരിലായിരുന്നു. അന്ന് രജത് പടിദാർ പരാജയപ്പെട്ടു. ഇന്ന് സന്തോഷം രജത്തിനും വിരാട്ടിനും കൂട്ടിനൊക്കെ ആയിരിക്കുമോ, അതോ ശ്രേയസ് അയ്യറിനും കൂട്ടർക്കും ആയിരിക്കും? ആ ഒരു എക്സൈറ്റ്മെന്റ് ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുകയാണ്. എന്തായാലും ഒരുപാട് ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആദ്യ കിരീടം എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് കാത്തിരിക്കുന്ന ആ ഒരു സൂപ്പർ ഡേ ഇന്ന് ആരായിരിക്കും സന്തോഷത്തോടു കൂടി ആ ഒരു ട്രോഫിയിൽ മുത്തമിടാൻ വേണ്ടിയിട്ട് പോകുന്നത്? കമന്റ് ബോക്സ് പറയട്ടെ.